നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതായത് ഈ ചോദ്യങ്ങൾക്കൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കിയ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വീണയുടെ പക്കൽ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. എന്തായാലും ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ വീണ ടി ഉത്തരം പറയേണ്ടി വരും എന്നത് തന്നെയാണ് വ്യക്തം. CMRL നിന്ന് കിട്ടിയ 2 കോടി വിനിയോഗിച്ചത് എങ്ങനെ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ പണം എന്തിനു തന്നു, എന്തിനു വേണ്ടി ഉപയോഗിച്ചു, ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടി വരും. CMRL ഉദ്യോഗസ്ഥർ മുൻപ് നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കി ചോദ്യം ചെയ്യാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കങ്ങൾ നടത്തുകയാണ്. അവർ നൽകിയ മൊഴി, ഇപ്പോൾ നൽകുന്ന മൊഴി വൈരുദ്ധ്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ED പരിശോധിക്കും. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച ഹാജരാകണമെന്നാണ് വീണ ടിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇല്ലാത്ത സേവനത്തിന് എക്സാലോജിക് കൈപ്പറ്റിയത് മറ്റ് കരാർ സ്ഥാപനത്തെ അപേക്ഷിച്ച് വൻ തുകയാണെന്ന SFIO കണ്ടെത്തൽ വീണയ്ക്ക് വലിയ രീതിയിൽ കുരുക്കാകുമെന്ന നിഗമനവും കൂടി നിലവിൽ ഉണ്ട്. പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടുക എന്ന നീക്കവും കൂടി ശക്തമാകുന്നുണ്ട്. മാത്രമല്ല, വീണ ടിക്ക് പുറമെ CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ S കർത്ത, ചീഫ് മാനേജർ K സുശേഷ് കുമാർ, CMRL ജീവനക്കാർക്കും സമൻസ് അയച്ചിരിക്കുകയാണ്. എല്ലാവരും കൂട്ടത്തോടെ EDക്ക് മുന്നിലേക്ക് ചോദ്യം ചെയ്യാൻ ഹാജരാകേണ്ടി വരും. ഇവരെയും വിശദമായി ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം. അതിനിടെ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച 134 രേഖകൾ വേഗത്തിൽ ആവശ്യപ്പെട്ട് SFIOക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ CMRL എക്സാലോജിക് കേസിൽ ഇത് ആദ്യമായിട്ടാണ് വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത്. നേരത്തെ വീണയുടെ പിതാവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലും അടക്കം വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. ഇവിടെ നിന്ന് ചില രേഖകൾ കിട്ടിയെന്നും വിശദമായ പരിശോധന നടത്തുകയാണെന്നുമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത്. കേസിൽ EDക്ക് അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം അനുമതി നൽകി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ച് ഈ നടപടി സ്വീകരിച്ചത്. CMRL എക്സാലോജിക് കരാറിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരുന്നതിന് നിയമപരമായിട്ടുള്ള യാതൊരു തടസ്സങ്ങളും ഇല്ല എന്ന് കോടതി വ്യക്തമാക്കിയതോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. സ്വത്ത് കണ്ടുകെട്ടലും അതിനുള്ള അന്വേഷണവുമാകാമെന്നും ഇതിന് കള്ളപ്പണ ഇടപാടിലേക്ക് നയിക്കുന്ന കുറ്റകൃത്യം ആവശ്യമില്ല എന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ അടിസ്ഥാനത്തിലാണ് നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം വീണ വിജയന് സമൻസ് അയച്ചിരുന്നു. സമൻസ് അനുസരിച്ച് വെള്ളിയാഴ്ചയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത്. വെള്ളിയാഴ്ച വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമോ, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എത്തുമോ എന്ന ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ്. വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. എന്തായാലും വീണയുടെയും അതുപോലെ തന്നെ റിയാസിന്റെയും അതുപോലെ തന്നെ വാടക വീടുകളിലും അടക്കം നടന്ന ഒരു വ്യാപക റെയ്ഡിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക്, ചോദ്യം ചെയ്യൽ വിളിപ്പിക്കുക എന്ന നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച തന്നെ വീണ ഹാജരാകുമോ എന്ന ചോദ്യവും ബാക്കിയാവുന്നുണ്ട്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ എന്താകും അടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം എന്ന ചോദ്യവും ഒരു ഉത്തരം കിട്ടാതെ നിൽക്കുന്നുണ്ട്. ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് ആകുമോ? സമൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് വീണ അഭിമുഖീകരിക്കേണ്ടത് എന്നതടക്കമുള്ള ആശങ്ക ഒരു വശത്ത് നിൽക്കുകയാണ്. വീട്ടിലെ റെയ്ഡിൽ തന്നോടൊന്നും ചോദിച്ചില്ല എന്നാണ് മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല, പിണറായി ഈ റെയ്ഡിനൊടുവിൽ എല്ലാവരും ഒരുമിച്ചിറങ്ങുകയല്ല എന്ന മട്ടിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. എന്തിനാണ് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. മകളെ പ്രതിരോധിക്കാൻ പാർട്ടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ED സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ ഉണ്ടായി. നേതാക്കന്മാരിൽ നിന്നും CPM പ്രവർത്തകരിൽ നിന്നും ഒക്കെ നേതാക്കന്മാർ പ്രതികരിക്കുകയുണ്ടായി. ഇതൊരു അതായത് രാഷ്ട്രീയ നീക്കമാണ് എന്നതടക്കമുള്ള ഒരു പ്രതിരോധം തന്നെയാണ് CPM ഇപ്പോൾ ഈ വിഷയത്തിൽ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചത് നോക്കാം. മാസപ്പടി കേസിൽ ഈ വീണയ്ക്ക് സമൻസ് അയച്ചതിൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ് ബ്രിട്ടാസ്:
വീണയുടെ കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം. SFIയോട് അടക്കം വിവരങ്ങൾ വീണ ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞ ജോൺ ബ്രിട്ടാസ് CMRൽ നൽകിയ രാഷ്ട്രീയ സംഭാവനകളിലും അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഈ മന്ത്രിസഭ 2 പേർ പണം കൈപ്പറ്റിയെന്ന് സമ്മതിച്ചതാണ്. അത് വെച്ച് നോക്കുമ്പോൾ വീണ വാങ്ങിയെന്ന് പറയുന്നത് എത്രയോ ചെറിയ തുകയാണ് എന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ വാദം. ആ പണം രേഖാമൂലം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി. അദാനിയെ കൊണ്ടുവന്നത് CPIM ആണെന്ന ആരോപണത്തിലും ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യ യോഗത്തിൽ സംസാരിച്ചത് തെറ്റായ വിവരങ്ങൾ മുൻനിർത്തിയാണ്. അദാനിയെ കേരളത്തിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് കാലത്താണ്. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ അദാനിയെ കൊണ്ടുവന്നത് CPIM ആണോ എന്നും ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്താണെന്ന് നോക്കാം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾക്ക് ED സമൻസ് അയച്ചതിനെ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് KK ശൈലജയുടെ പ്രതികരണം. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണം KK ശൈലജ നടത്തിയത്. സമൻസ് വരട്ടെ, അതിന്റെ രേഖകളൊക്കെ അവർ ഹാജരാക്കും. ഇത് കാര്യമല്ലാത്ത കാര്യമാണെന്ന് കാണുമ്പോൾ അന്വേഷണം തെറ്റായി പോയി എന്ന് അന്വേഷണ ഏജൻസി പറയണം. കേസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവർ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു എന്നാണ് കരുതുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെ മാത്രമല്ല, ഇന്ത്യയിലുടനീളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി തൃണമൂലിലുണ്ടായിരുന്ന കാലത്ത് ED പിന്തുടർന്നിരുന്നു. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി. അദ്ദേഹം വേഗം കൂറുമാറി BJPയിൽ വന്നപ്പോൾ EDയും ഇല്ല, കേന്ദ്ര ഏജൻസികളും ഇല്ല. ഒരാൾ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്നത്. കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നത്തിൽ K രാധാകൃഷ്ണൻ MP അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നും KK ശൈലജ പ്രതികരിച്ചു. അതേസമയം EDയുടെ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തുമെന്നും CMRന് യഥാർത്ഥ സേവനം നൽകിയത് പിണറായി ആണെന്നും മാത്യു കുഴൽനാടൻ MLA. ഒരു സേവനവും നൽകാതെ CMRൽ കമ്പനിയിൽ നിന്ന് എക്സാലോജിക്ക് പണം വാങ്ങി എന്നതിൽ തർക്കമില്ല എന്ന് വ്യക്തമായതായും അദ്ദേഹം പ്രതികരിച്ചു. CMRൽ എക്സാലോജി കേസിൽ വീണയ്ക്ക് ED സമൻസ് അയച്ചതിന് പിന്നാലെയായിരുന്നു മാത്യു കുഴൽനാടൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തിയതെന്നും എന്തിനു വേണ്ടിയാണ് കോടിക്കണക്കിന് രൂപ വീണയ്ക്ക് നൽകിയത്, ആർക്ക് വേണ്ടിയാണ് വീണയ്ക്ക് പണം കൊടുത്തതെന്ന് അറിയണമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. വീണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്നും BJP നേതാവ് ഷോൺ ജോർജ് പ്രതികരിച്ചു. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ EDക്ക് കൈമാറിയിട്ടുണ്ട്. കേസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും ഷോൺ ജോൺ പ്രതികരിച്ചു. വീണയ്ക്കായി പാർട്ടി ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് NN കൃഷ്ണദാസും വ്യക്തമാക്കി. രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള ED നീക്കങ്ങളെ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം എക്സാലോജിക് ഇടപാടിൽ SFIO രേഖകൾ EDക്ക് കൈമാറുന്നത് തടയാൻ CMR ഡൽഹി കോടതിയെ സമീപിച്ചേക്കും. അന്വേഷണത്തിൽ തൽസ്ഥിതി തുടരണമെന്ന ഉത്തരവ് ലംഘിച്ചെന്ന് ഡൽഹി ഹൈക്കോടതിയെ അറിയിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.